ഇറാനുമായുള്ള യുദ്ധത്തിനിടയിൽ അമേരിക്കയുടെ ആയുധശേഖരത്തിൽ കുറവുണ്ടായെന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത അമർഷം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. ഇറാനുമേൽ സൈനിക സമ്മർദ്ദം ചെലുത്തി കരാറിലെത്തിക്കാൻ ശ്രമിക്കുന്ന നിർണായക ഘട്ടത്തിൽ ഇത്തരം വിവരങ്ങൾ പുറത്തുവന്നത് അമേരിക്കൻ നിലപാടുകളെ ബലഹീനമാക്കിയതായാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഇറാന് നിലപാട് കടുപ്പിക്കാൻ അവസരമായെന്നും അമേരിക്ക വിലയിരുത്തുന്നു. യുദ്ധം മൂലം അമേരിക്കയുടെ ആയുധശേഖരത്തിൽ വലിയ കുറവുണ്ടായതായി സൂചിപ്പിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ആഴ്ചകളായി പുറത്തുവന്നിരുന്നു. ഇറാന് പുറമെ റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളെ നേരിടാൻ ആവശ്യമായ ആയുധങ്ങൾ യുഎസിന്റെ പക്കലുണ്ടെന്ന് ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇത്തരം റിപ്പോർട്ടുകൾ ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സൈനിക വിവരങ്ങൾ പരസ്യമായതിൽ ട്രംപ് കടുത്ത നിരാശ പ്രകടിപ്പിച്ചെങ്കിലും ആയുധ ലഭ്യതയിലെ കുറവിനെക്കുറിച്ച് മാസങ്ങളായി ട്രംപിന് തന്നെ അറിവുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ക്യാമ്പ് ഡേവിഡിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഈ വിഷയം പ്രധാന ചർച്ചയായിരുന്നു. എന്നാൽ അമേരിക്കയുടെ പക്കൽ വൻതോതിൽ ആയുധശേഖരമുണ്ടെന്നും പ്രതിരോധ കമ്പനികൾ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉൽപ്പാദനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അതേസമയം രാജ്യത്തിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട രഹസ്യവിവരങ്ങൾ ചോർത്തിയവർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇറാനുമായുള്ള ചർച്ച നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നതായും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി അമേരിക്ക, ഇറാൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ താൽക്കാലിക ധാരണയ്ക്ക് വഴിയൊരുങ്ങുന്നതായും വാർത്തകളുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതോടൊപ്പം ഡൊണാൾഡ് ട്രംപിനെതിരെ വിമർശനവുമായി ബിനോയ് വിശ്വം. എക്കാലത്തും ലോകസമാധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയായിരുന്നു. ഇന്നും ഈ സ്ഥിതി തുടരുകയാണെന്നും ഭ്രാന്തിന്റെ ഏറ്റവും പുതിയ മറുപേരായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുകയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഹിരോഷിമ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനമാണ് ജീവിതമെന്ന് ചരിത്രം മാനവരാശിയെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിന്റെ നിഴലിൽ നിന്നും നമുക്ക് മാറാനാകുന്നില്ല. സാമ്രാജ്യത്വത്തിനും ആയുധ കച്ചവടക്കാർക്കും യുദ്ധം അനിവാര്യമാണ്. മനുഷ്യശക്തിക്കെതിരെ ഫാസിസത്തിനും തിന്മകൾക്കും അധികകാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ഡൽഹിയിൽ യുവജനങ്ങൾ നടത്തിയ സമരവിജയം തെളിയിച്ചു. ആയതിനാൽ സമാധാന പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.